ആദ്യം ഒന്ന് സ്വയം പരിചയപ്പെടുത്താവോ? വീട് എവിടെയാണ്, വീട്ടുകാരെ കുറിച്ചിട്ടും ഒന്ന് പറയാവോ? ഇവിടെ വീട് ശരിക്കുള്ള വീട് ആസാമിലാണ്. ഇവിടെ താമസിക്കുന്ന പെന്തലമണ്ണ പട്ടാമ്പിരോടമാണ്. അപ്പോൾ ഇപ്പം മരിച്ചപ്പോൾ ഏളാമാൻ്റെ അടുത്ത് വന്നാണ്. ഏളാമ്മ നാട്ടിൽ പോയി. ഞാൻ അടുത്ത ആഴ്ച വരിക. എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ കേരളത്തിലെത്തിയത്? എങ്ങനെയാണ്? ഇപ്പാക്ക് ഇവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മളെ ഇപ്പാക്ക് ജോലി വെച്ച് ഇവിടെ വന്നിരുന്നു. പിന്നെ അവിടെ നമ്മൾ നിലമ്പൂരായിരുന്നു. നിലമ്പൂരിന് പിന്നെ ഇപ്പാക്ക് ഇവിടെ കൊണ്ടോട്ടി പനി ഉണ്ടായിരുന്നു. അപ്പോൾ പണിക്ക് വന്നപ്പോൾ ഇപ്പം കുറച്ച് ദിവസം അവിടെ നമ്മൾ താമസിച്ചപ്പോൾ ഇപ്പം ആക്സിഡൻറ്റ് മരിച്ചാണ്. അതിന് പിന്നെ ഇവിടെ ആളാമ്മാൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ ഇമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പേരത്തെ ചിലവ് നടക്കാനൊക്കെ കുറച്ചൊക്കെ ചാവിച്ചിരുന്നു. ഇപ്പോൾ ഇന്നാളെ ഒരു കാക്കുവിനെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തിരുന്നു. ഹുസൈന് ഇവിടെ ചായ വിറ്റിട്ടായിരുന്നോ ഉമ്മാക്കും നിങ്ങൾക്കുള്ള ഭക്ഷണത്തിനും വീട്ടു ചെലവുകളൊക്കെ കണ്ടെത്തിയിരുന്നത്? ചായ വിറ്റിട്ടാണ്. പിന്നീട് എങ്ങനെയാണ് ഇവിടെ സ്കൂളിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഇവിടെ സ്കൂളിലേക്ക് എത്തിയത്? ഞാൻ ആദ്യം കുറച്ച് ദിവസം സ്കൂളും പോയില്ല, ചായ വെക്കണം. അപ്പോൾ ഇവിടെ വക്കീകാക്കുമാരൊക്കെ കണ്ട് എന്നോട് പറഞ്ഞു ഈ സ്കൂളിൽ പോയിക്കോ അങ്ങനെ പറഞ്ഞു, അല്ല എനിക്ക് ഹോസ്റ്റലാക്കും പറഞ്ഞു. അപ്പോൾ ഞാൻ ഇമ്മാനെ നോക്കണ്ടേ, ഇനി സ്കൂളിൽ നിന്ന് വന്നിട്ട് പേരെ പോയി കച്ചവടം ചെയ്യും ചായച്ചിട്ട്. സ്കൂള് വിട്ടിട്ട് അതിന് ശേഷമാണോ ചായ കച്ചവടം നടത്തുന്നത്? പെരിന്തൽമണ്ണ എവിടേക്കാണ്, അതുപോലെ എത്ര സമയം വരെയാണ് ഈ ചായ കച്ചവടം നടത്തുന്നത്? ഞാൻ സ്കൂളിൽ നിന്ന് 4:30 പോകും. പിന്നെ അവിടെ ഒന്നും കൂടി പോയിട്ട് 9-12 മണിക്കൊക്കെ ഇതുണ്ടാവും. നേരെ പേരൊക്കെ വരും. 9 മണി 12 മണി വരെയൊക്കെ ചായ കച്ചവടം നടത്തും ചില ദിവസമൊക്കെ. ചില ദിവസങ്ങളിൽ ചില ദിവസം 9 മണിക്ക് പേരേക്ക് വരും. ഇപ്പൊ ഇവിടെ ഒരു പെരിന്തൽമണ്ണക്കാരനായി മാറിയിരിക്കുകയാണ് ഹുസൈനെ. ഇനി എന്നാണ് ആസാമിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ? എന്ന് പോകണം? എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? അവിടെ പോകാൻ ഇതില്ല, ഇഷ്ടമില്ല. എനിക്ക് ഇവിടെ ഇഷ്ടം കേരളം ഇഷ്ടമായി. അപ്പൊ ഇപ്പൊ ഒരു പെരിന്തൽമണ്ണക്കാരൻ അതിലുപരി ഒരു മലയാളിയായി മാറിയിരിക്കുകയാണോ? മലയാളി ഇഷ്ടം, എനിക്ക് എന്റെ നാട് ഇഷ്ടമല്ല. ഹുസൈൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ടൊന്നും പറയില്ല. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നാട്ടിൽ വൈറലായിരിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ മൊത്തത്തിൽ അവനെ കൂട്ടിപ്പൊളിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിൽ ചെയർമാൻ്റെ ഭാഗത്തുനിന്നും ആദ്യം അറിഞ്ഞ ഉടനെ തന്നെ ചെയർമാൻ വിളിച്ച് HM-നോടാണെങ്കിലും മറ്റ് കാര്യങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നില്ല ഇതിൽ തന്നെയാണ് പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയർമാനോട് സംസാരിക്കും. ചെയർമാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് നിലവിലെ ഹുസൈനോട്. മാരെ വിഷയങ്ങൾ അറിയാം, നല്ല പ്രയാസങ്ങളുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് ബന്ധപ്പെട്ട ആളുകളാണ്. മുമ്പ് നെസ്റ്റോന്ന് ഞാനും ഫാമിലി ആയിട്ട് വരുന്ന സമയത്ത് ഒരു വട്ടം കണ്ടിട്ടുണ്ട്. അന്ന് അപ്പം തന്നെ അവരെ മുമ്പ് തന്നെ HM-നെ വിളിച്ച് മാഷ് വിളിച്ച് സംസാരിച്ച് അപ്പോൾ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു PTA ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹുസൈനുമായിട്ട് ചെയ്യലുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആദ്യമായിട്ട് 7ാം ക്ലാസ്സിലാണ് വന്ന് ചേരുന്നത്. അപ്പോൾ ആ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ